എന്തുവാ ഭയങ്കര ബഹളമാണല്ലേ? ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്റെ ടാസ്ക് നടക്കുമായിരുന്നു അതിന്റെ ഇടയില്. എന്തോതിന്റെ ക്യാപ്റ്റൻസിയുടെ ടാസ്ക്. എന്നിട്ട് അതൊരു കയറ് വടംവലി പോലെ ആയിരുന്നു. അനു, ആര്യൻ, സാബുമോൻ. ആര് ജയിച്ചു? അത് ജയിച്ചത് സാബുമോൻ ജയിച്ചു. അതിന്റെ ഇടയിൽ നെവിൻ വന്ന് കിടന്ന് ആദ്യം പിടിച്ച് തറയിലിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 3 മണിക്കൂർ. നെവിൻ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കി അത് കൊളമാക്കിയ ടാസ്ക്. വിജയിച്ചത് ഷാനവാസ് അതിനകത്ത് ബഹളമൊന്നുമില്ല. ഇപ്പൊ സംസാരിക്കുന്നത് ഷാനവാസ് ഇന്നത്തെ ലൈവില് കണ്ട് ഷാനവാസ് നോമിനേഷൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ശനിയാഴ്ച ഒരു ഉമ്മ വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ കൊളമാക്കി നന്നായി കളിച്ചോണ്ടിരുന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ മരിച്ചു പോയ ഉമ്മ വന്ന് പറഞ്ഞതുപോലെ ഷാനവാസിന് തോന്നിയത് എന്ന് പറഞ്ഞു. ഇന്നലെ നിങ്ങൾ യൂട്യൂബിൽ ട്രോള് കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഇതൊക്കെ ആളുകൾക്ക് ദേഷ്യമായോന്ന് ചോദിച്ചല്ലേ ഒരു ട്രോള് വന്നപ്പോ? അത് ഷാനവാസിന്റെ ആരാധകര് പറയുന്നതാ. ഷാനവാസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞതുകൊണ്ട് ഷാനവാസ് മാക്സിമം മാറാൻ നോക്കും. സ്വന്തം ഉമ്മ പറഞ്ഞത് കണക്കെ എടുത്തെന്നാ. ഷാനവാസ് നല്ലതായിരുന്നു അതിനകത്ത്. ഇന്ന് ഷാനവാസ് നല്ല നാളെ മോശമായ എന്തോ അല്ല, അത് മോശമാവുകയാണെങ്കിൽ പിന്നെ നന്നായിക്കോളൂ. അക്കൂറാണെങ്കിൽ അതിന്റെ ഇടയിൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും കാര്യങ്ങളും കുറേശ്ശെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് നിങ്ങൾ ഷാനവാസിന്റെ ആരാധികയായി. അല്ല, അനീഷിന്റെ ആരാധിക തന്നെ ഷാനവാസിനെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോ അനീഷിന്റെ പേരേ പറയുന്നില്ല. അക്കൂറിനെ ഇഷ്ടം. അക്കൂർ അതിനകത്ത് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അക്കൂർ കുത്തിത്തിരിപ്പല്ല, അനീഷിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ മിണ്ടുന്നില്ല. അല്ല, അനീഷിന്റെ ആരാധികയുടെ ഷാനവാസിനെ ഇഷ്ടമാണ്. ഒരാളെ മാത്രം ഇഷ്ടപ്പെടാവുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. എല്ലാരും ഇഷ്ടപ്പെടണ്ടേ? അപ്പൊ ക്യാപ്റ്റനായി സാബുമാനായോ? ക്യാപ്റ്റൻ സാബുമാനാവുന്നത് എല്ലാം തകർക്കും. അല്ല, എന്നാലും കുഴപ്പമില്ല. സാബുമാനായാലും കുഴപ്പമില്ല, നല്ലതല്ലേ? ഷാനവാസ് തുടങ്ങി കേട്ടോ. അല്ല, ഷാനവാസ് എത്രയെന്ന് പറഞ്ഞ് സഹിക്കോടാ. ഓരോരുത്തർ കാണിക്കുന്നവൻ സഹിക്കണ്ടേ? ഐശ്വര്യ അവിടെ ചെന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞല്ല. അല്ല, അവനെ ശല്യപ്പെടുത്താനായിട്ട് മറ്റുള്ളവർ ചെന്ന് കയറി കൊടുത്ത അവൻ എന്തോ ഈ മിണ്ടാതിരിക്കാൻ എന്തുവാ? ആതിര ഭയങ്കര പ്രശ്നമാണ്. ആതിര ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നങ്ങൾ നടക്കും. ക്യാപ്റ്റൻസി കൊള്ളത്തേ ഇല്ല. ആതിര നെവിൻ കൊളമാക്കുകയും ചെയ്യും. നെവിൻ കൊളമാക്കുന്നതാണ്. നെവിൻ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ഒന്ന് കാണുന്നതായിരുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ഒരു ഇതില് അടുത്ത ആഴ്ച ഇനിയിപ്പോ ആര് പോവും? അതെനിക്ക് അടുത്ത ആഴ്ച ആര് പോകുമെന്നറിയാൻ വയ്യ. നെവിനായിരിക്കും ചിലപ്പോ. അല്ല, കാണിക്കുന്ന വേലകൾ പോലെ നിങ്ങളുടെ ഇങ്ങനെ പറയില്ലെന്ന് ലാലേട്ടൻ മെസ്സേജ് പറഞ്ഞില്ല. അത് കാണിക്കുന്ന വേലകൾ അങ്ങനെ പറഞ്ഞു പോന്നതാ. വായിന്ന് അറിയാതെ അങ്ങ് വീണു പോന്നതാ. അറിയാതെ വീടൊക്കെ ലാലേട്ടന്റെ അടുത്ത് വരെ പോയി ദിദ്ദുകള്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലേ? ഈ സോഫയിൽ ഇരുന്നിട്ട് ഈ സ്വന്തം ടിവിയില് സ്വന്തം മുഖം കാണാൻ പറ്റില്ല ഇവിടെ ഇരുന്ന്. ഇനി ചിലപ്പോ ഞാൻ വേറെ എവിടെങ്കിലും പോകും. കാത്തിരുന്നോ? അല്ല, അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു അമ്മായി വേഷമൊക്കെ ചെയ്യാം സീരിയലിലെ. അമ്മായി, അമ്മമ്മ ഞാൻ നിങ്ങളുടെ ഡ്രൈവറായിട്ട് വരാം. എന്തെങ്കിലും മതി, ജീവിക്കാനും മാർഗം. സീരിയലിൽ അമ്മായിയെങ്കിലും ആക്കാം. അതിനാരെങ്കിലും വിളിക്കണ്ടേ? അങ്ങനെ ഇരിക്കാന്നും വേണ്ട. ലാലേട്ടൻ വിളിച്ചെന്നും പറഞ്ഞ് ഇനി ആരും വിളിക്കാൻ പോകുന്നില്ല. ആരെങ്കിലും തള്ളു.